ഹലോ ഗൈസ്, നമുക്കൊരു യാത്ര പോയാലോ? വേറെ അങ്ങോട്ടല്ല, എൻ്റെ വീട്ടിലേക്കാണ്. ഒരു സർപ്രൈസ് വിസിറ്റ് എന്നൊക്കെ പറയാം. ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൊച്ചിന് തന്നെയാണ് സർപ്രൈസ് വിസിറ്റ്. ഞാൻ പോകെ പറയാം. അങ്ങനെ ഞാൻ ആലുവെത്തി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കണുണ്ടായിരുന്നു. പക്ഷേ ഒറ്റയ്ക്കാണെങ്കിൽ കടയിലൊക്കെ കയറി കഴിക്കാൻ അപ്പോൾ അനിയത്തിനെ വിളിച്ച്, അപ്പോൾ അവൾ പറഞ്ഞു അവൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ അടുത്തോട്ടേക്ക് ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു. ഓട്ടോ വിളിച്ച് ഞാൻ അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഷോപ്പിൽ കയറിയായിരുന്നു കേട്ടോ. ഞാൻ അവിടെ കയറി ഒരു 2-3 ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കി. റേറ്റ് കുറവാണ് അവിടെ, ഒരു വിശാലും അങ്ങനെ എന്തോ. അവളങ്ങോട്ട് വന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കത്തിയടിച്ച് 2-3 ഡ്രസ്സൊക്കെ എടുത്ത്. അപ്പോൾ മറ്റേ ഇങ്ങനെ 49 ഒരു ഷോപ്പ് പോലെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഫലൂഡ, ഷെയ്ക്ക് അങ്ങനെയൊക്കെ. പിന്നെ ഞാനൊരു മഡ് കോഫിയും അവളൊരു ഫ്രൂട്ട് ഫലൂഡയും ഓർഡർ ചെയ്തായിരുന്നു. വലിയ കുഴപ്പമുണ്ടായില്ല. ആ ഒരു റേറ്റിന് ഓക്കെ, അത്രേ ഉള്ളൂ. അത്ര ഭയങ്കര ടേസ്റ്റ് എന്ന് പറയാനായിട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ അതൊക്കെ കഴിച്ച് ഉച്ച അവിടെയാണ് 2 ആഴ്ചയായിട്ട് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവളെ കാണാണ്ടിരുന്നിട്ട് ഭയങ്കര വിഷമം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഓടിപ്പടഞ്ഞ് അങ്ങോട്ട് പോകുന്നത്. പിന്നെ വീട്ടിലങ്ങനെ നിന്നിട്ടും കുറച്ചായി. ജോലിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് സമയമില്ല നിൽക്കാനായിട്ട്. അങ്ങനെ ബർഗർ വന്നു, അത് കഴിഞ്ഞ് സാൻഡ്വിച്ച് വന്നു. അതൊക്കെ കഴിച്ച് കുഴപ്പമില്ലായിരുന്നു. അത് പിന്നെ അനിയത്തി ഓർഡർ ചെയ്തത് ചിക്കൻ സാൻഡ്വിച്ചാണ്. പക്ഷെ അത് കിട്ടിയത് നല്ല വെജിറ്റബിൾ സാൻഡ്വിച്ച് ആയിരുന്നു എന്ന് പറയാം. മൊത്തം ക്യാബേജും സവോളയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തന്നെ ബസ്സും കയറി ഞാൻ വീട്ടിലേക്ക് പോയി. പണ്ടൊക്കെ ഈ സ്കൂളിൽ പോകുന്ന സമയത്ത് ബസ്സിന് പോകാൻ നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ ഈ ജോലിക്ക് പോകുമ്പോഴാണ് ഈ ബസ്സിന് പോകാൻ ഭയങ്കര മടിയാണ്, എന്താണെന്നാവോ. പക്ഷെ ഇപ്പം ഇന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ വീടെത്തുമല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു. നമ്മുടെ ആ ഒരു ഏരിയയുടെ അവിടേക്ക് എത്താറായി കഴിയുമ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ ബസ്സിൽ വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ മീൻകാരൻ ചേട്ടൻ്റെ കടയിലൊക്കെ കയറുമ്പോൾ സ്ഥിരം കടയാണ്. കുറച്ച് മീനൊക്കെ മേടിച്ച് നൈസായിട്ട് വീട്ടിലേക്ക് പോരാനായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് തന്നെ ഒരു ഓട്ടോയും വിളിച്ച് വീട്ടിലേക്ക് വന്നിച്ച് ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. എന്താണെന്നല്ല, ഭയങ്കര ഒരു റിലീഫ് കിട്ടില്ലേ നമുക്ക്, അങ്ങനെ ഒരു ഫീലായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ സ്ഥിരം നടക്കുന്ന സ്ഥലമായിരുന്നു. ഇവിടെ ഈ പറമ്പിൽ 2 മാവൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ മാവുമേന്ന് പണ്ട് കല്ലെറിഞ്ഞ് മാങ്ങയൊക്കെ വീഴ്ത്തിയിരുന്ന ഏത് ദുഷ്ടന്മാരാണാവോ 2 മാവും വെട്ടിക്കളഞ്ഞു. പിന്നെ ഞാൻ നല്ല ഉറക്കമാണ്. ഞാൻ വിളിക്കുമ്പോൾ ആളാകെ അന്തം വിട്ടു ഉറക്കത്തിന്ന്. സാധാരണ ഉറക്കത്തിന്നൊക്കെ വിളിച്ചാൽ വീട് 4 ആളാണ്. പക്ഷേ ഭയങ്കര സന്തോഷത്തിൽ എണീറ്റ് വന്ന് സൗണ്ട് കേട്ടിട്ട്. കുറച്ച് ദിവസമായല്ല കണ്ടിട്ട്. പിന്നെ എൻ്റെ മടിയിൽ വന്ന് വേഗം കിടന്നു. ആളും ഹാപ്പി, ഞാനും ഭയങ്കര ഹാപ്പി. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ഗൈസ്.